ട്രീസയും തോമസ് സേവ്യറും ചേർന്ന് അപർണയെ അപായപ്പെടുത്താൻ ശ്രമിക്കുന്ന കാര്യം ശ്രീറാം പറഞ്ഞപ്പോൾ വിശ്വസിക്കാനാവാതെ മീനാക്ഷി. 6.5 കോടിയുടെ സ്വത്തിനു വേണ്ടിയാണ് ട്രീസ അപർണയെയും അപർണയുടെ വയറ്റിൽ വളരുന്ന കുഞ്ഞിനെയും ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നതെന്നും അത് ഭദ്രയുടെ തലയിൽ കെട്ടിവെക്കാൻ നോക്കുകയാണെന്നും മീനാക്ഷിയോട് ശ്രീറാം. ഇത് അപർണയെ വിശ്വസിപ്പിക്കാൻ മീനാക്ഷിയും അപർണയും തമ്മിലുള്ള വഴക്ക് അവസാനിപ്പിക്കണമെന്നും അതിനുശേഷം അപർണയെ അവളുടെ വീട്ടിൽ നിന്നും മുകുന്ദന്റെ വീട്ടിലേക്ക് തിരിച്ചു കൊണ്ടുവരണമെന്നും മീനാക്ഷിയോട് ശ്രീറാം. ട്രീസയിലെത്താൻ നിഖിലിന്റെ സഹായം വേണമെന്നും ശ്രീറാം. ഭദ്ര കുറ്റവാളിയാകുന്ന ട്രീസയുടെ ട്രാപ്പിൽ നമ്മൾ വീണതാണെന്നും നമ്മുടെ പ്ലാൻ ഒരിക്കലും നിഖിൽ അറിയരുതെന്നും മീനാക്ഷിയോട് ശ്രീറാം. ഈ കാര്യം മീനാക്ഷി നിഖിലിനോട് പറയുന്നു. നിഖിൽ ട്രീസയെ നേരിട്ട് കാണാൻ ഫോണിൽ ആവശ്യപ്പെടുന്നു. ആശുപത്രിയിൽ നിന്ന് വരുന്ന അപർണയും ട്രീസയും ഭദ്രയെ കുറ്റപ്പെടുത്തി സംസാരിക്കുന്നു. ഇതിനെതിരെ പ്രതികരിക്കുന്ന ഗീതിക. മീനാക്ഷി തന്നെ ആശുപത്രിയിൽ വന്ന് കാണാത്തതിൽ വിഷമിക്കുന്ന അപർണയെ അവളുടെ വീട്ടിൽ നിന്ന് മാറ്റണമെന്ന് പറയുന്ന മീനാക്ഷി. തുടർന്ന് കാണുക. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ അത്രയും അവൾ കടന്നുപോയ ട്രോമ എന്താണെന്ന് മനസ്സിലാക്കാനോ ഒന്ന് ആശ്വസിപ്പിക്കാനോ ഞാൻ ശ്രമിച്ചിട്ടില്ല. അവളെ ഇറിറ്റേറ്റ് ചെയ്യുകയും കുറ്റപ്പെടുത്തുകയും മാത്രം ഞാൻ ചെയ്തുകൊണ്ടിരുന്നേ. വേണ്ട മീനു, ഇപ്പം ഈ കാണിക്കുന്ന സെന്റിമെന്റ്സിലും കെയറിലും ഒന്നും അപ്പോൾ വിശ്വസിക്കാൻ പോകുന്നില്ല. മീനാക്ഷിയെ അവൾക്ക് അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു. പക്ഷെ അവൾക്ക് ഏറ്റവും ആവശ്യം ഉണ്ടായിരുന്ന സമയത്ത് മീനാക്ഷിയുടെ ഈ നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ് അവളെ വല്ലാണ്ട് ഹേർട്ട് ചെയ്തിട്ടുണ്ട്. തെറ്റുതിരുത്താൻ ഒരവസരം, ഞാൻ അതാ ചോദിക്കുന്നത്. ഞങ്ങളുടെ വീട്ടിൽ അപ്പോ ഒന്ന് നിൽക്കുമ്പോൾ ഞാൻ ചെയ്ത തെറ്റിന് ഒരു പരിഹാരമായിട്ട് കൂടാ കാണുന്നേ. അവക്കും കുഞ്ഞിനും അവിടെ ഒരു അപകടവും പറ്റത്തില്ല. അപ്പൂവിൻ്റെ സേഫ്റ്റി നോക്കിയിട്ടാണെങ്കിൽ നിങ്ങൾ എത്ര കഷ്ടപ്പെടണം? എനിക്ക് അവളെ എൻ്റെ വീട്ടിൽ കൊണ്ടുപോയിക്കൂടെ? അല്ല, ട്രീസേച്ചിക്ക് 100 തിരക്കുകളല്ലേ. ഞങ്ങളുടെ വീട്ടിലാണെങ്കിൽ ഞാൻ എപ്പോഴും കൂടെ തന്നെ ഉണ്ടാവും. സ്വന്തം അമ്മയുടെ ഭാഗത്തു നിന്നും ഏറ്റവും കൂടുതൽ കെയർ കിട്ടേണ്ട സമയം ഇത്. പക്ഷെ ഇവിടെ അവളുടെ അമ്മ അവളുടെ ജീവിതം നശിപ്പിക്കാൻ നടക്കുകയല്ലേ. ആ സമയം ഞാൻ അവളുടെ കൂടെ ഉണ്ടാവണ്ടേ? ചെയ്ത തെറ്റിനൊക്കെ ഞാൻ അവളോട് ക്ഷമ ചോദിച്ചോളാം. പിന്നെ ഞാൻ ഉദ്ദേശിക്കുന്നത് പഴയ പോലെ നമ്മുടെ ആ കൂട്ടായ്മയാ. ട്രീസേച്ചിയും നിഖിലും ഞാനും. എൻ്റെ അമ്മയുടെ പിണക്കൊക്കെ മാറ്റി ഞാൻ അമ്മയെ വിളിച്ചോണ്ട് വന്നോളാം. എന്നിട്ട് നമുക്ക് ഒരുമിച്ച് നിൽക്കണം. ജൂഡുള്ള കാലത്ത് നിന്ന പോലെ തന്നെ. നമ്മുടെ കൂട്ടത്തിൽ നിന്ന് ജൂഡ് മാത്രമേ പോയിട്ടുള്ളൂ. അതിനു പകരം അപ്പൂൻ്റെ വയറ്റിൽ ജൂഡിൻ്റെ കുഞ്ഞുണ്ട്. ജൂഡിന് വേണ്ടി നമ്മളത് ചെയ്യണം ട്രീസേച്ചി. നിഖിലിന് എന്താ തോന്നുന്നത്? മീനു പറഞ്ഞപ്പോ ആദ്യം ഞാനും കൺവിൻസ്ഡ് ആയിരുന്നില്ല. പക്ഷേ അപ്പുവിനെ സംബന്ധിച്ച് ഈ സമയത്ത് മീനുന്റെ പ്രസൻസ് ഒരു തരത്തിൽ വലിയ റിലീഫായിരിക്കും. അവര് തമ്മിൽ അത്രയ്ക്ക് അടുപ്പമായിരുന്നില്ലേ? പിന്നെ അമ്മായിയെ പറ്റി ട്രീസേച്ച് പറയുന്ന കാര്യങ്ങൾ സത്യമാണെങ്കിൽ എത്രയും പെട്ടെന്ന് അവിടുന്ന് അപ്പുവിനെ മാറ്റുന്നതായിരിക്കും നല്ലത്. പക്ഷെ അപ്പൂനെ ആ വീട്ടിൽ കൊണ്ട് നിർത്താൻ നിഖിലിന്റെ അച്ഛൻ സമ്മതിക്കുമോ? സമ്മതിക്കും. ട്രീസേച്ച് വിചാരിച്ചാൽ സമ്മതിക്കും. ഞങ്ങളുടെ കല്യാണത്തിനും സമ്മതിക്കും. അച്ഛനിപ്പോ ട്രീസേച്ച് പറഞ്ഞാൽ എന്തും കേൾക്കും. അതെനിക്ക് ഉറപ്പാ. ഞാനൊന്ന് ആലോചിക്കട്ടെ. നിഖിലിന് എന്താ തോന്നുന്നേ? എനിക്കറിയില്ല. അപ്പൂനെ ആ വീട്ടിൽ നിന്ന് മാറ്റുന്നത് അമ്മായിയുടെ മുന്നിൽ നമ്മൾ പരാജയപ്പെടുന്നത് പോലെയാണ് ട്രീസേച്ചി കാണുന്നതെങ്കിൽ എഗ്രി ചെയ്യണമെന്നില്ല. അതാ ഇപ്പൊ മീനാക്ഷിയുടെ ആവശ്യം പാപ്പ. ഞാനിപ്പോ എന്താ ചെയ്യേണ്ടത്? എനിക്കൊന്നും പിടികിട്ടുന്നില്ലല്ലോ. സമ്മതിച്ചേക്കുമോളെ, അത് നമ്മുടെ ആശാന്റെ വീടല്ലേ. ഇപ്പോ അവളിവിടെ നിൽക്കുന്നത് തന്നെ നമുക്ക് നല്ലത്. ഈ സമയം മഹേന്ദ്രന്റെ വീട്ടിൽ അപ്പു നിൽക്കുന്നത് അപകടമാണ്. മുമ്പത്തെ പോലെ അല്ല കാര്യങ്ങൾ. ഭദ്ര അവൾക്ക്
നമ്മുടെ പല രഹസ്യങ്ങളും അറിയാം. അവരമ്മയും അനിയത്തിയും വളർത്തച്ഛനും ചേർന്ന് ഓരോന്ന് ഊതി കൊടുത്താൽ അവിടെ മനസ്സ് മാറിയാൽ അത് സമ്മതിക്കണ്ട. എല്ലാ അവകാശവും കൈവിട്ടു പോകും. അവൾ ആശാന്റെ വീട്ടിൽ തന്നെ നിൽക്കട്ടെ. ആ ശരി ഉപ്പാപ്പ. മക്കളെ, നിങ്ങളൊന്നും മിണ്ടണ്ട. അവളെ അവളുടെ ഭർത്താവിനെ എങ്ങനെയാ ഡീൽ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം. നിങ്ങൾ കൂടെ നിന്നാൽ മതി. പറയാനുള്ളതൊക്കെ ഞാൻ പറഞ്ഞോളാം. മോനെ ഒപ്പിച്ച് കുറേ എറിക്കുന്ന കല്ലൻ ഐറ്റങ്ങൾ അങ്ങ് അടിച്ചുവിടാം. എന്നറിയിക്കോ? അപ്പുവിന്റെ സ്വത്തിന്റെ കാര്യം നമ്മൾ സംസാരിച്ചിരുന്നില്ലേ? അതുകൂടെ ഒന്ന് ഓർമ്മിപ്പിക്കണ്ടേ? അത് പിന്നെ പറയാനുണ്ടോ മോളെ? ഇറങ്ങാൻ നോക്ക്. ഏട്ടൻ മോളെ അപ്പു, തങ്കക്കൊടം, ദേ അമ്മാവും വന്നിരിക്കുന്നു. ഉവാവും ഒക്കെ മാറിയോ മണി? ആ, പെട്ടെന്ന് ഇറങ്ങാൻ നോക്ക് കേട്ടോ. മൂന്നേട്ടാ, ആ. എന്താ കാര്യം? എന്നെ അപമാനിച്ചു വിട്ട വീടാ. കാലെടുത്തി മണ്ണിൽ ഇനി ചവിട്ടില്ലെന്ന് ഞാൻ തീരുമാനിച്ചതാ. അയാളുണ്ടോ ഇവിടെ? നിന്റെ ഭർത്താവ്? വലിയ ഭാഗവതര്. എനിക്കറിയാം, ഞങ്ങളുടെ തലവട്ടം കണ്ടപ്പോഴേ അടുക്കള ഭാഗത്ത് കൂടെ ഒളിച്ചോടി പോയി കാണും. ധൈര്യവാനല്ലേ? നിന്നോടൊരു കാര്യം ഞാൻ പറയാം. പിള്ളേര് പറഞ്ഞു, ഞാനങ്ങ് സമ്മതിച്ചു. ദേ ഇഞ്ഞ് നോക്കിയേ, ഇനി അതിനകത്ത് മാറ്റമൊന്നുമില്ല. ദേ അപ്പോളെ ഞാനങ്ങ് കൊണ്ടുപോവാ. എങ്ങോട്ടാ? എന്റെ വീട്ടിലേക്ക്. മൂന്നേട്ടാ, നീ സംശയിക്കണ്ട, എന്റെ വീട്ടിലോട്ട് തന്നെ അവളെ കൊണ്ടുപോകുന്നേ. എനിക്ക് 3-4 വീടുകളുണ്ടല്ലോ. എവിടെ വേണേലും അവൾക്ക് താമസിക്കാം. അതിനുള്ള സ്വാതന്ത്ര്യവും അധികാരവും ഒക്കെ അവക്കുണ്ട്. നീയേ ഒരുത്തന്റെ ഒരു സഹായവും പ്രതീക്ഷിച്ച് പരതണ്ട. ഈ പിള്ളേർ നിന്നെ സഹായിക്കാൻ വരത്തില്ലടി. നിന്റെ തനിനിറവും ഉള്ളിലിരിപ്പും ഒക്കെ അവർക്ക് നന്നായിട്ട് അറിയാം. നീ മനസ്സിലാക്കിക്കോ. ഒരുത്തരും കാണില്ല നിന്നെ സപ്പോർട്ട് ചെയ്യാൻ ഇനി. നിഖിലിന്റെ അച്ഛൻ പറഞ്ഞതാ ശരി. അപ്പുനെ ഇവിടുന്ന് കൊണ്ടുപോകുന്നതാ നല്ലത്. ആരുടെ കൂടെ നിങ്ങൾ ഇവളെ കൊണ്ടുപോകുന്നേ? ആരുടെ വക്കാലത്തുമായിട്ടാ നിങ്ങൾ വന്നേക്കുന്നേ? അവളെ കൊല്ലാൻ വേണ്ടി ആ ട്രീസിയെ സേവിച്ചനും കൂടി നടക്കുക. അവരുടെ കൂടെ എന്റെ പൊന്നുമോളെ അയക്കരുത് പ്ലീസ് മുകുന്ദേട്ടാ. എനിക്ക് ഉറപ്പുള്ള കാര്യം, അവരെന്റെ കൊച്ചിനെ കൊല്ലും തീർച്ചയാ. അവളെ കൊല്ലാൻ നോക്കുന്നതേ നീയാ. നിനക്കൊരു വലിയ തൊല്ലയും ശല്യം ആയതുകൊണ്ട് നീയാ അവളെ തീർക്കാൻ നോക്കുന്നേ. പക്ഷെ മുകുന്ദേട്ടാ, എന്റെ മോള് എനിക്കൊരു ശല്യമല്ല. അവളുടെ ജീവൻ ഇവിടെ കിടന്നോട്ടെ. അതുകൊണ്ട് എനിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിലും അത് ഞാൻ കാര്യമാക്കുന്നില്ല. എന്റെ കണ്ണെത്തുന്നിടത്ത് അവൾക്കൊന്നും പറ്റില്ല. അതാണ് എന്റെ വിശ്വാസം, എന്റെ പ്രാർത്ഥന. നിങ്ങളുടെ ഒരു വിശ്വാസവും പ്രാർത്ഥനയും നിങ്ങൾ ഈ ചെയ്തു കൂട്ടുന്നതൊക്കെ എന്തിനാന്ന് എല്ലാവർക്കും മനസ്സിലായി. അവൾ കുറച്ചു കാലം കൂടെ ജീവിച്ചോട്ടെ എന്ന് വിചാരിച്ച് അവളെ സ്നേഹിക്കുന്ന എല്ലാരും കൂടെ ചേർന്നെടുത്ത ഡിസിഷനാ ഇത്. അപ്പൂനെ ഇവിടുന്ന് മാറ്റുക. നിങ്ങൾക്കിനി ഇതിനകത്ത് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. മോനെ നിഖിലേ, നീയും. അമ്മായി, എല്ലാരും അങ്ങനെയാ കരുതുന്നതും വിചാരിക്കുന്നതും. അപ്പുന്റെ മനസ്സിലും ആ പേടിയുണ്ട്. പിന്നെന്തിനാ? പക്ഷേ പിടിച്ചോണ്ട് പോകുന്നതും രക്ഷപ്പെടുത്തിക്കൊണ്ട് പോകുന്നതും കൊലയ്ക്ക് കൊടുക്കാനല്ലെന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? അങ്ങനൊരു ഉറപ്പ് നിങ്ങൾക്ക് ആർക്കെങ്കിലും തരാൻ പറ്റുമോ? അയ്യോ, അവളുടെ ഒരു സ്നേഹം, ഇതുവരെ കാണാത്തൊരു വാത്സല്യം പൊന്നുമോളോട്. നീ അവളെ മനസ്സറിഞ്ഞ് ശപിച്ചിട്ടില്ലേ ഭദ്രേ? അവള് മനസ്സിൽ കൊണ്ടു നടന്നിരുന്ന കൊച്ചനെ നീ വകവരുത്തിയില്ലേ? അത് നീ എന്റെ മുഖത്ത് നോക്കി പറഞ്ഞില്ലേ? മുകുന്ദേട്ടാ, എന്തൊക്കെയായി പറയുന്നത്? വലിയ ഇതങ്ങ് മതിയാക്ക. ഇത്രത്തോളം മതി. എനിക്കും അപ്പൂനും ഇടയിലുള്ള പ്രശ്നങ്ങളൊക്കെ വല്യമ്മയ്ക്ക് അറിയാലോ. ചില ബന്ധങ്ങൾ അങ്ങനാ. എന്തൊക്കെ പറഞ്ഞാലും ചെയ്താലും പരസ്പരമുള്ള സ്നേഹവും ഇഷ്ടമൊന്നും പോകില്ല. അതവിടെ തന്നെ കാണും എപ്പോഴായാലും. വല്യമ്മയ്ക്കും അത് മനസ്സിലാകും എന്നെങ്കിലും. അതുകൊണ്ടാ അപ്പൂനെ വിളിക്കാൻ ഞാൻ മടങ്ങി വന്നേ. അവളുടെ ജീവൻ കിടക്കാനുള്ള ആഗ്രഹം കൊണ്ടാ. എനിക്ക് അവളോടുള്ള ഇഷ്ടം കൊണ്ടാ. ഓ, നിങ്ങളൊക്കെ അവളോട് ഇഷ്ടമുള്ളവരും സ്നേഹമുള്ളവരും. എനിക്കവൾ ആരുമല്ലല്ലോ. എനിക്കവളോട് സ്നേഹവും ഇഷ്ടവും ഒന്നുമില്ല. ഞാനാണല്ലോ അവളുടെ നാശം കാണാനിരിക്കുന്നത്. ആണ്,
അത് അങ്ങനെ തന്നെയാ. പ്ലീസ് മുകുന്ദേട്ട, എന്റെ മോളെ ഇവിടുന്ന് കൊണ്ടുപോകരുത് പ്ലീസ്. പ്ലീസ്, നിങ്ങൾ ഈ അഭിനയം ഒന്ന് മതിയാക്ക്. ഇത് വെറും കോമഡി ആയിട്ടേ തോന്നൂ. അപ്പോ നീ എല്ലാം എടുക്ക്, നമുക്ക് ഇറങ്ങാം. മോളെ എല്ലാം എടുത്തേ വേട്ടെ. മുകുന്ദേട്ട, മോളെ. ഹലോ. ഹലോ, ആ ശ്രീറാം സർ. നിങ്ങൾ എവിടെ എത്തിയോ? ആ ഞങ്ങളിവിടെ എത്തി. ആർക്കെങ്കിലും എന്തെങ്കിലും സംശയമുണ്ടോ? ഇല്ല, സംശയമൊന്നുമില്ല. നിങ്ങളിപ്പോ ഇറങ്ങല്ലേ? ഉടനെ ഇറങ്ങും. അവിടെ പ്രശ്നമൊന്നുമില്ലല്ലോ? ഇല്ല, പ്രശ്നമൊന്നുമില്ല. എല്ലാം ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ. ആ ശരി, ഉടനെ ഇറങ്ങും. സർ, ഞാൻ അവിടെ എത്തിയിട്ട് വിളിക്കാം. ഓക്കെ. ആ ശരി. എല്ലാരും ഒന്ന് വേഗം വന്നേ, സമയം പോകുന്നു. ചേച്ചി, ചേച്ചി പോവല്ലേ. അമ്മ പറയുന്നതെല്ലാം അതേപടി കേട്ട് അനുസരിക്കുന്ന ഒരു പൊട്ടിയാ ഞാനെന്ന് ചേച്ചി എപ്പോഴും പറയാറില്ലേ? പക്ഷെ ഇപ്പൊ ചേച്ചി അതുപോലെ ഒരു പൊട്ടിയാവുക. ആരോ എന്തോ പറയുന്ന കേട്ട് ചേച്ചി ചേച്ചിയുടെ ജീവിതം വെച്ചാ കളിക്കുന്നത്. ഇത് വേണ്ട ചേച്ചി, വേണ്ട. മാറങ്ങോട്ട് മാറ. നിങ്ങളെ പേടിച്ചാ? നിങ്ങളുടെ കയ്യിൽ നിന്ന് എന്നെ എന്റെ കുഞ്ഞിനെയും രക്ഷപ്പെടുത്തിയെടുക്കാനാ ഞാൻ ഇവിടുന്ന് പോകുന്നത്. പേടിച്ചങ്ങ് ഓടുക. ലോകത്ത് ഒരാൾക്കും ഒരിടത്തും ഇങ്ങനൊരു ഗതികേട് ഉണ്ടായിട്ടുണ്ടാവില്ല. സ്വന്തം അമ്മയുടെ കയ്യിൽ നിന്ന് ജീവൻ രക്ഷിച്ചെടുക്കാൻ വേണ്ടി വീട് വിട്ടു പോകേണ്ടി വരുന്ന ഒരവസ്ഥ. അതെ മോളെ, വാ മാറിക്കേ. ഇനി ഞാൻ പറയാം. ഭദ്രേ, നീയും നിന്റെ ഭർത്താവ് ഉദ്യോഗസ്ഥന് ഓർമ്മ വയ്ക്കാൻ വേണ്ടിയിട്ട് പറയുക. അപ്പുമോക്ക് അവകാശപ്പെട്ട സ്വത്ത് അതെത്രയാണെന്ന് വെച്ചാ അതിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാവണം. അണാ പൈസ കുറയാൻ ഞാൻ സമ്മതിക്കത്തില്ല. അതെ, ട്രീസമോൾക്ക് തിരക്കായതുകൊണ്ട് വേറൊരു വക്കീലുമായിട്ട് ഞാൻ വരും. പുത്രനും പുഷ്പമൊന്നും അല്ല, മിടുക്കം വക്കീല്. അപ്പോ അടുത്ത വെള്ളിയാഴ്ച കഴിഞ്ഞ് വരുന്ന ശനിയാഴ്ച ഓർത്തോ, അടുത്ത വെള്ളിയാഴ്ച കഴിഞ്ഞ് വരുന്ന ശനിയാഴ്ച. ഭക്തജനങ്ങൾക്ക് ഇനി എന്തെങ്കിലും സംസാരിക്കാനുണ്ടോ? ഉണ്ടെങ്കിൽ ഇതാണ് സുവർണാവസരം. ഭദ്ര മാഡം, അവിടത്തേക്ക് എന്തെങ്കിലും ഉണർത്തിക്കാനുണ്ടോ? എന്നാൽ അടിയൻ വിടവാങ്ങുകയായി. മക്കളെ, രഥം തയ്യാറാക്കൂ. അമ്മ, എല്ലാരും പോവാ മോളെ. ഈ ലോകം മുഴുവൻ നമുക്കെതിരെയാവുക, നമ്മളെ ഒറ്റപ്പെടുത്തുക. മോളെ, ഒരാളും നമ്മളെ മനസ്സിലാക്കുന്നില്ല. ഈ മഴ നനഞ്ഞു കിടക്കുന്നിടത്ത് ഇയാളെന്തിനാ ഇങ്ങനെ വെള്ളം ഒഴിക്കുന്നേ? വെറുതെ ഇരിക്കുന്ന എങ്ങനെയാ? പണിയെടുത്ത് ശീലിച്ചു പോയി. പണിയെടുത്ത് അങ്ങേർക്ക് പണിയായി. നിന്റെ മുതലാളി അങ്ങോട്ട് കിട്ടുന്നില്ലല്ലോ. അതെ, എത്ര നാളായി അവരിവിടുന്ന് പോയിട്ട്? ആര്? നിന്റെ സാറിന്റെ ഭാര്യ നിർമ്മലേച്ചി. അതിപ്പോ കുറെ നാളായല്ലോ. അവരെല്ലാം പറഞ്ഞുടക്കി വെട്ടിമുറിച്ചേച്ച് പോയതാണോ അതോ തൽക്കാലം ഒരു അഡ്ജസ്റ്റ്മെന്റിൽ പോയതാണോ? അല്ല, എല്ലാം ഒരു അഡ്ജസ്റ്റ്മെന്റ് ആണല്ലോ നിന്റെ മുതലാളിക്ക്, അതുകൊണ്ട് ചോദിച്ചതാ. ചേച്ചി ദുബായിൽ അവരുടെ അനിയന്റെ കൂടെ പോയിരിക്കുക. എന്റെ പേര് പറഞ്ഞേ ഇവിടെ രണ്ടുപേരും കൂടെ എന്തൊക്കെയോ കശപശ ഉണ്ടായെന്നോ ഇനി തിരിച്ച് ഈ വീട്ടിലേക്ക് കേറത്തില്ലെന്ന് പറഞ്ഞിട്ട് പോയെന്നൊക്കെയാ ഞാൻ കേട്ടത്. ഇതൊക്കെ ഉള്ളതാണോ? അതൊന്നും എനിക്കറിയത്തില്ല ചേച്ചി. അവരിപ്പോ വരും. ചേച്ചി ഇവിടെ ഇരുന്നാൽ എങ്ങനെ? എന്താ കുഴപ്പം? ഞാനേ ഇവിടെ പൊറുതിക്ക് വന്നൊന്നുമല്ല, പക്ഷേ ചില കാര്യങ്ങളിൽ തീരുമാനം ഉണ്ടാകണം. എന്തേലും പറയാനാണെങ്കിൽ ഞാൻ പറയാൻ ചേച്ചി. ചേച്ചി വയ്ക്കോ. മോനും മരുമോളും എല്ലാരും കൂടെ പോയിരിക്കുന്നത്. ഇനി വന്നു കയറുമ്പോ പ്രശ്നമാവും. പ്രശ്നം അങ്ങേർക്കല്ലേ, എനിക്കെന്തുവാ പ്രശ്നം? ഇതുവരെ എത്തിച്ചത് അങ്ങേരാ, ഇതിനൊരു തീരുമാനം ഉണ്ടാക്കേണ്ടതും അങ്ങേരാ. വരട്ടെ, കണ്ടിട്ടേ ഞാൻ പോകുന്നുള്ളൂ.
പണ്ടാരടങ്ങാൻ പ്രശ്നമായല്ലോ. ശംഭു ഇവളെന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് കിട്ടിയെടുത്തേ? പ്രശ്നം ഉണ്ടാക്കാനുള്ള വരവാണോ? ആണ് സാറേ, രണ്ടും കൽപ്പിച്ചുള്ള വരവാ. ഒരറ്റം കണ്ടിട്ടേ പോകുള്ളെന്ന് പറഞ്ഞോളാം നീപ്പാ. എടാ ബാബുലെ, എന്നാത്തിനാണ്ടാ പിടിച്ചേ? കുഴപ്പമാവോ ട്രീസേച്ചി? ആ, അവരോട് അവിടെ ഇരിക്കാൻ പറ. നമുക്ക് നോക്കാം. ശംഭു, നീ ആ പെട്ടിയും പ്രമാണമൊക്കെ ഇടിഞ്ഞെടുത്ത് വെച്ചേ. ആ ബാഗ് എടുത്തോ. ശരി. ഹലോ, ഞാൻ പറഞ്ഞൊരുപാട് കേട്ടിട്ടുണ്ട്, പക്ഷെ അഴകിക്ക് ഇത്ര അഴകുണ്ടാവുമെന്ന് വിചാരിച്ചില്ല. നല്ല സ്റ്റൈലും സാരി കേട്ടോ. മേടിച്ചു തരാൻ ആളുണ്ടെങ്കിലേ ഇങ്ങനെ നല്ല നല്ല സാരിയൊക്കെ ഉടുക്കാൻ മോളെ. വാ. മോനെ നിഖിലേ, മീനാക്ഷിയെ, നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഇതാണ് അഴകി, നമ്മുടെ കറുപ്പുച്ചാമിയുടെ മോള്. ഏത് കറുപ്പിച്ചാമി? കറുപ്പച്ചാമിയുടെ കൈപ്പുണ്യായിരുന്നല്ലോ ഒരു കാലത്ത് നമ്മുടെ കൈ മുതൽ. ബെസ്റ്റ് കുക്കായിരുന്നു ഇവളുടെ അച്ഛൻ. നീ മറന്നുപോയോ? എനിക്ക് ഓർമ്മയില്ല. ഓ, നീ അന്ന് കൊച്ചായിരുന്നല്ലോ, വള്ളി നിക്കറും ഒക്കെ ഇട്ട് നടക്കുന്ന കാലം. അതാ, അങ്ങനെയാ നമ്മുടെ ഹോട്ടൽ കയറി അങ്ങ് കൊളുത്തുന്നേ. ആ കടപ്പാട് നമ്മൾ ആ കുടുംബത്തോട് കാണിക്കണം, അല്ലയോ? അതെ, എനിക്കിപ്പോ ഇതിനൊരു പരിഹാരം കാണണം. അതറിയാൻ വേണ്ടി തന്നെ ഞാൻ വന്നത്. മീനാക്ഷി, എന്താ പ്രശ്നം? ഇങ്ങ് വാ. മീനാക്ഷി നിക്ക്. മോൾ അറിയാൻ വേണ്ടി തന്നെ ഞാൻ ഈ പറയുന്നത്. കാര്യം അടുത്തടുത്ത് കിടക്കുന്നു എന്ന് കരുതി നമ്മൾ തമ്മിലൊരു മിണ്ടലും പറച്ചിലും ഒന്നും ഉണ്ടായിട്ടില്ലെന്ന് മീനാക്ഷിക്ക് അറിയാലോ. മോൾ ഇങ്ങോട്ട് വാ. വിളിച്ചാ വിളി കേൾക്കുന്ന ദൂരം. പക്ഷെ മീനാക്ഷിയുടെ അമ്മയ്ക്ക് എന്നെ കണ്ടൂടാ. മീനാക്ഷിയുടെ അമ്മ ആട്ടക്കാരിയായിരിക്കും, പക്ഷേ ഞാൻ കൂത്താട്ടക്കാരിയാണെന്നല്ലേ നിങ്ങൾ പറഞ്ഞുകൊണ്ട് നടക്കുന്നത്. എന്നാലേ മോള് കേട്ടോ, എനിക്ക് കുറച്ച് കാര്യങ്ങൾ നിന്നോട് പറയാനുണ്ട്. കൊച്ചിന്റെ നിശ്ചയം നടക്കുമ്പോ പോലും നാടടച്ച് നിങ്ങൾ വിളിക്കുകയും പറയുകയും ഒക്കെ ചെയ്തു. എന്നാ തൊട്ട അയൽവക്കത്ത് കിടക്കുന്ന എന്നോടൊരു വാക്കും മിണ്ടിയോ? ഇല്ല. പക്ഷെ പോലീസും കേസും വരുമ്പോ അതിൽ തൂങ്ങാൻ ഞാൻ തന്നെ വേണം താനും. പോലീസോ? ഏത് പോലീസ്? എന്നാ പോലീസ്? എന്നാ കറുപ്പുസ്വാമിയുടെ മോളെ പ്രശ്നം? പോയി പണി നോക്കാൻ പറ പോലീസിനോട്. ഞാനില്ലേ ഇവിടെ. ഇതങ്ങനെ വിട്ടാ ശരിയാവത്തില്ല. ഒന്നറിയണല്ലോ. അയ്യടാ, ഒന്നും പറയണ്ട എന്റെ മുകുന്ദണ്ണ. എന്നെ നാളെ ആഫീസിലോട്ട് വിളിപ്പിച്ചിരിക്കുക പോലീസുകാര്. ആര്? അന്ന് വീട്ടിൽ കയറി വന്നില്ലേ ശ്രീരാമനോ? ആ, അവൻ എന്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചു കിട്ടാതെ പോകത്തില്ല. ഓരോ ദിവസം ക്ഷമിക്കും തോറും തലേ കയറുകയല്ലേ. ഇതങ്ങനെ വിട്ടാ ശരിയാവത്തില്ല. മീനാക്ഷി മോളെ, ഇപ്പം നമ്മള് തമ്മിലേ ഒരടുപ്പവും ബന്ധമൊക്കെ ആയതുകൊണ്ട് പറയുവാ. മോള് തന്നെ ഇത് കേക്കണം. അന്ന് രാത്രി നിങ്ങളുടെ വീട്ടിലെ പാട്ടും ബഹളവും ഒക്കെ കേട്ട് ജനലും വാതിലും ഒക്കെ അടച്ച് നേരത്തെ കിടക്കാമെന്ന് വിചാരിച്ച് നോക്കിയപ്പോഴാ ദേ ഇദ്ദേഹം ദാ അവിടെ ഒരു അന്തവും കുന്തവും ഇല്ലാണ്ട് നിൽക്കുന്നു. സ്വന്തം കൊച്ചന്റെ നിശ്ചയവും കല്യാണവും വല്ലവന്റെ ചെലവിലും നോട്ടത്തിലും നടക്കുന്ന കാണുമ്പോ ആർക്കായാലും അതിന്റെ ഒരു ദണ്ണം കാണത്തില്ലേ? ഇല്ലയോ? ശരിയല്ലയോ? പറ. എന്തോന്ന് സമാധാനം ഉണ്ടാക്കാനാ? കാണാൻ കൊള്ളാവുന്ന പെണ്ണൊരുത്തി, ഒറ്റയ്ക്ക് താമസിക്കുന്ന വീട്, സ്വന്തം കൊച്ചന്റെ നിശ്ചയവും കല്യാണവും വല്ലവന്റെ ചെലവിലും നോട്ടത്തിലും നടക്കുന്ന കാണുമ്പോ ആർക്കായാലും അതിന്റെ ഒരു ദണ്ണം കാണത്തില്ലേ? ഇല്ലയോ? ശരിയല്ലയോ? പറ. ഞാൻ ഇദ്ദേഹത്തെ അകത്തേക്ക് വിളിച്ചു കയറ്റി ഇരുത്തി ഒരു കട്ടൻ ചായ ഇട്ടു കൊടുത്തു. ആ കാഴ്ചയൊന്ന് കാണണമായിരുന്നു. കണ്ണും നിറഞ്ഞ് തലയും താഴ്ത്തിപ്പിടിച്ച് ഒരേ ഒരു ഇരിപ്പായിരുന്നു. ഞാൻ ചോദിച്ചതാ പോണോന്ന്.
ഒന്നും മിണ്ടിയില്ല. ദണ്ണം കൊണ്ടാ. മിണ്ടാൻ പറ്റുമോ? ഉള്ളതാ ഉള്ളതാ. എന്റെ അന്നേരത്തെ ഒരു മനോവിഷമം ആർക്കും മനസ്സിലാവുന്നില്ലല്ലോ. 5-10 മിനിറ്റ് ഇരുന്നിട്ട് അണ്ണൻ അങ്ങോട്ട് പോയി. പിന്നെ നിങ്ങളുടെ അവിടെ വിരുന്നിന് വന്ന കുറെ വാളി പിള്ളേരില്ലേ, ഗ്ലാസും വെള്ളവും ചോദിച്ചു വന്നിട്ടേ കുറച്ച് വർത്തമാനവും പറച്ചിലും ഒക്കെ ഉണ്ടായി. ഇതിന്റെയൊക്കെ പേരിൽ ഞാൻ എന്തോ ചെയ്യാനാ? അതിനൊക്കെ നമുക്ക് സമാധാനം ഉണ്ടാക്കാം. നീ ഒന്ന് അടങ്ങ്. എന്തോന്ന് സമാധാനം ഉണ്ടാക്കാനാ? കാണാൻ കൊള്ളാവുന്ന പെണ്ണൊരുത്തി, ഒറ്റയ്ക്ക് താമസിക്കുന്ന വീട്, തഞ്ചത്തിന് കിട്ടിയ പോലീസുകാർ വിടുവോ? പിന്നെ അന്വേഷണമായി, ചോദ്യമായി. ഇതുവരെ ഇല്ലാത്തൊരു ശുഷ്കാന്തിയാ. എല്ലാവനും കണക്കാ. ഇതങ്ങനെ വിട്ടാ പറ്റത്തില്ല. ഇത് നിന്നോടുള്ള പ്രശ്നമല്ല, എന്നോടുള്ള കലിപ്പ് തീർക്കല. മീനാക്ഷി, പിള്ളേരെ, എനിക്ക് നിങ്ങളോടൊരു കാര്യം പറയാനുണ്ട്. പെണ്ണുങ്ങളുടെ ഫോൺ നമ്പരും ഡയറി സംഘടിപ്പിച്ച് മന്ത്രിമാർക്കിട്ട് പണിയാൻ നടക്കുന്നവനാ ശ്രീരാമൻ. ഇപ്പൊ നമ്മൾ 5-6 വമ്പൻ പ്രോജക്റ്റുകൾ സ്റ്റാർട്ട് ചെയ്യാനിരിക്കുന്ന സമയമാണ്. ഇപ്പൊ കയ്യിൽ നിന്ന് പോയാ പോയതാണെന്ന് എല്ലാവർക്കും അറിയാം. പിന്നെ പിടിച്ചാൽ കിട്ടത്തില്ല. ടാറ്റയുടെയും ബെർലയുടെയും ലെവലിൽ ചെന്നിട്ടേ നിൽക്കത്തുള്ളൂ. അത് സഹിക്കാൻ കഴിയാത്ത കലിപ്പ ശ്രീരാമന്. അഴകി, നീ പോയി കണ്ടിട്ട് പോരെ. ഞാൻ പോകാനോ? അത് പോരാ മൂന്നെണ്ണ. വേണം. ഞാൻ SP വിളിച്ചു പറയാം, അല്ലെ മിനിസ്റ്ററെ വിളിച്ചു പറയാം. അത് പോരാ മുകുന്ദണ്ണ. മൂന്നെണ്ണനും കൂടി വാ. പൊക്കോ മോളെ, പോരാന്ന് ധൈര്യമായിട്ട് പൊക്കോ. ഇങ്ങോട്ട് വാ മൂന്നെണ്ണ. ഇങ്ങോട്ട് വാ മൂന്നെണ്ണ. ആ കറുപ്പുസ്വാമിയുടെ തനി സ്വഭാവം എന്ത് തങ്കപ്പെട്ട സ്വഭാവം എന്നറിയോ? പാവ കുഞ്ഞു മനസ്സിൽ. വാ മനുഷ്യ. നിങ്ങൾ എന്താ മനുഷ്യ പറഞ്ഞത്? എന്നെ ഒറ്റയ്ക്ക് പറഞ്ഞു വിടാനോ ആ മാടിന്റെ അടുത്തേക്ക്? അത് ഞാൻ വെറുതെ പറഞ്ഞതല്ലയോ. ഞാൻ നിന്നെ ഒറ്റയ്ക്ക് പറഞ്ഞു വിടുവോ? അതെനിക്കറിയാം. എന്റെ പൊന്നെ, എന്നാ ഞെരിപ്പ് അഭിനയായിരുന്നു. സിനിമാക്കാരുടെ അവാർഡ് കമ്മിറ്റി ഞാനുണ്ടായിരുന്നെങ്കിലേ ഇപ്പൊ നിന്റെ കയ്യിലോട്ട് വെച്ച് പിടിപ്പിച്ചതിനെ ബെസ്റ്റ് നടിക്കുള്ള അവാർഡ്. നീ എങ്ങാനും ഇപ്പൊ എന്നെ കൈവിട്ടിരുന്നെങ്കിലേ ഈ പിള്ളേരുടെ മുമ്പ് ഞാൻ കരിയും പുകയായിട്ട് നിന്നേനെ. മൂന്നെണ്ണ, ഇങ്ങനെ നെഞ്ചി കൊള്ളുന്ന വർത്താനൊന്നും പറയല്ലേ. അണ്ണനെ വിട്ടൊരു കളി കളിക്കൂ. എന്റെ ജീവിതം ഒന്ന് പറഞ്ഞാൽ തന്നെ ഭാവിയല്ലേ. അത് പറഞ്ഞപ്പോഴാ ആ ഭദ്രയുടെ മൂത്ത മോള അസത്ത് വിത്തിനെ ഇങ്ങോട്ട് കെട്ടിയെടുക്കേണ്ടി വന്നു. ഭദ്രയും ഭർത്താവും നമുക്കിട്ട് പണിയുമ്പോ തിരിച്ചു പണിയാൻ ഇതേ ഉള്ളൂ ഒരു വഴി. അത് നല്ല ഐഡിയ. പക്ഷേ എനിക്കും ചില ഐഡിയകളൊക്കെ ഉണ്ട്. എന്നതാ കേക്കട്ടെ. പറയാം. അധികാരം സ്ഥാപിക്കാനുള്ള വഴിയാ. ഓരോ സ്റ്റെപ്പായിട്ട് ചവിട്ടി ചവിട്ടി കയറുക. നിഖിലിന്റെ അമ്മയില്ലാത്ത സമയമല്ലേ, ഇതാ ബെസ്റ്റ് ടൈം. ഒന്ന് കരുതിയിരിക്കുന്നതാ നല്ലത്. അച്ഛൻ ഇത് എന്ത് ഭാവിച്ചിട്ടാ? ഇതെവിടെ വെക്കണ്ടേ? ഇതാ അങ്ങോട്ട് വെച്ചാ മതി. അച്ഛൻ എന്ത് ഭാവിച്ചിട്ടെന്ന് എനിക്ക് മനസ്സിലാവാത്തെ. വീട്ടിൽ വന്നു കയറാനുള്ള സ്വാതന്ത്ര്യം കൊടുക്കാന്ന് വെച്ചാ നമ്മളും ഉണ്ടായിരിക്കുന്നുണ്ടോ എല്ലാം. അത് വിട്ടേക്ക് നിൽക്ക്. ഇപ്പൊ എന്തായാലും നമ്മൾ അതേ പിടിച്ചൊരു ഇഷ്യൂ ഉണ്ടാക്കണ്ട. പാവം, ഓരോ അബദ്ധത്തിൽ ചെന്ന് ചാടിക്കൊടുത്തിട്ടല്ലേ. നമ്മളായിട്ട് ഇനി വിഷമിപ്പിക്കണ്ട. എല്ലാം നിഖിലിന്റെ അച്ഛന്റെ ഡിസിഷൻ അല്ലേ. അതെല്ലാം നമുക്ക് പിന്നീട് സംസാരിക്കാം. ഞാൻ ആദ്യം അപ്പുവിന്റെ റൂമൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കട്ടെ. ട്രിസിജി വാ. മക്കളെ, അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങളല്ലേ?